ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്. പാസ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ പാസ്ത നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫുസില്ലി പാസ്ത ആഡ് ചെയ്യാം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാസ്ത ആഡ് ചെയ്യാം. പാസ്തയൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു സവോളയാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു ക്യാപ്സിക്കം. ഒരു വലിയൊരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4-5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, അതിന് മുന്നേ നമ്മൾ എടുക്കണേ. നമ്മുടെ മുഴുവൻ പാസ്തയും വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്തതായി പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അടുത്തതായി സവോള ആഡ് ചെയ്യാം. സവോള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. സവോളയൊക്കെ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മസാല ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി തക്കാളി ആഡ് ചെയ്യാം. ഞാൻ ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. എല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി വേണ്ടുന്നതാണ് ടൊമാറ്റോ സോസ്. ഞാനൊരു ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അടുത്തതായി വേണ്ടുന്നതാണ് സോയാ സോസ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. അടുത്തതായി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റോളം ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.